ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരും വിശേഷങ്ങളിലേക്ക് സുഖമാവട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മാങ്ങ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. മാങ്ങ കിട്ടുമെങ്കിൽ ഇതിപ്പോൾ നമ്മളെ മാവിലുണ്ടായ മാങ്ങയാണ്. വർഷക്കാലത്ത് ഉണ്ടായ മാങ്ങ ഇങ്ങനെ കരുതി തൊലിയൊക്കെ ഒരു കറുപ്പ് പോലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതുകൊണ്ടൊരു നല്ലൊരു അടിപൊളി അച്ചാർ പോലെ കടുമാങ്ങ നമ്മൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. ഇത് 3 മാങ്ങ ഉണ്ട് കേട്ടോ. മാങ്ങേൻ്റെ അണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ഇതാ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ 2.5 സ്പൂണ് മുളക് പൊടി, 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, നല്ല ടേസ്റ്റ്. അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറിന് കറി. ഇതാ ഒരു 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ല പോലെ ഇതിൻ്റെ ഒപ്പം ഒന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഒന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് വീഡിയോക്ക് ലൈക്കും കൂടി നോക്കണം. ഇപ്പോൾ ഇതിന് നമ്മൾ സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഉലുവയും കടുകും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കഴിക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് വേണ്ടി കുറച്ച് 1 ടീസ്പൂൺ ഉലുവയും 1 സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവ 1 സ്പൂൺ ഉലുവ ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ എടുക്കണോണ്ട് ഇങ്ങനെ എനിക്ക് ഏകദേശം കണക്കറിയാം. അതാണ് 1 സ്പൂണ് കടുകും ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഉലുവയും കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ മാങ്ങൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ചാറൊന്ന് കുറുകിയിട്ട് നമ്മൾക്കിത് ഓഫാക്കാം. മാങ്ങൊക്കെ ഉപ്പ് കുറവുണ്ട്. ഇതിലെ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇത് ഓഫാക്കാം. ഒരു കറിവേപ്പില കൂടി വേണം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾക്കിതൊന്ന് കടുക് പൊട്ടിക്കാനുണ്ട്. ഒരു പാനിൽ
വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടെടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, ഒരു 2 കറിവേപ്പില കൊടുത്തു. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവി കടുക് നമ്മൾ വറുത്ത് വെച്ചില്ലേ, അത് പൊടിച്ചെടുത്തണം. ഇത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്നല്ല അടച്ച് വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചോറിലേക്ക് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇതിന് ചട്ടി നല്ല ചൂടുണ്ടല്ലോ, ഒന്നുകൂടി ഇതിങ്ങനെ ഒരു കട്ടി കുറുകി വരും കേട്ടോ. അടച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വലിയൊരു വീഡിയോയിൽ കാണാം. ഇവരൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.